നമസ്കാരം. രാമഗീതങ്ങൾ നിറഞ്ഞ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ഭക്തി കൈക്കൊണ്ടു കേട്ടുകൊള്ളുവിൻ, ചൊല്ലിടുവനെത്രയും ചുരുക്കി ഞാൻ രാമമാഹാത്മ്യമെല്ലാം. ബുദ്ധിമത്തുക്കളായോരിക്കഥ കേൾക്കുന്നാകിൽ ബദ്ധനാകിലുമുടൻ മുക്തനായി വന്നുകൂടും. പർവ്വതതുല്യം ഔന്നിത്യം പേറുന്ന വാൽമീകി മഹർഷിയിൽ നിന്ന് ആവിർഭവിച്ച് സാഗരതുല്യം ആഴവും പരപ്പുമുള്ള ശ്രീരാമചന്ദ്രനിലേക്കൊഴുകുന്ന രാമായണ കഥ ഒരു മഹാനദിക്ക് തുല്യമാണ്. അത് ഈ ലോകജീവിതത്തെ പാവനമാക്കുന്ന പവിത്ര തീർത്ഥമൊഴുക്കുന്ന പുണ്യനദിയാണ്. വാൽമീകിഗിരി സംഭൂത രാമസാഗരഗാമിനീം പുനാതിഭൂവനം പുണ്യ രാമായണ മഹാനദിയും. ഈ ശ്ലോകത്തിൽ രാമായണം നിർവഹിക്കുന്ന ലോക പവിത്രീകരണ ദൗത്യം മഹത്തരമെന്ന് വ്യക്തം. നദികൾ ലോകത്തിന് ചെയ്യുന്ന നന്മകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഭൂമിയിൽ ജീവൻ്റെ തുടിപ്പ് നിലനിൽക്കുന്നത് മനുഷ്യ സംസ്കാരങ്ങൾ ഉടലെടുത്തതും നദീതീരങ്ങളിലാണ്. ഭാരതത്തിലെ മഹത്തായ ദർശനങ്ങൾ ഉരുത്തിരിഞ്ഞ ഋഷി കവാടങ്ങൾ മുഖ്യമായും നദീതീരങ്ങളായിരുന്നു. നദികൾ നമുക്ക് ചെയ്യുന്ന പവിത്ര ദൗത്യം അനുസ്മരിച്ചുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ശ്ലോകം രാമായണത്തെയും ഒരു മഹാനദിയോട് തുലനം ചെയ്യുന്നത്. പുണ്യപൂരിതമായ രാമതീർത്ഥം ഒഴുകുന്ന നദിയായി രാമായണത്തെ ചിത്രീകരിക്കുന്നു. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ശിവാനന്ദ ലഹരി ആലപിക്കുന്നത് കേൾക്കാം. യഥാ ബുദ്ധി ശുക്തൗ രജതമിതി കാചാശ്മനി മണിഃ ജലേ പൈഷ്ടേ ക്ഷീരം ഭവതി മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജനോ മഹാദേവേശം ത്വാം മനസി ച നമത്വാ പശുപതേ. യഥാ ബുദ്ധി ശുക്തൗ രജതമിതി കാചാശ്മനി മണിഃ ജലേ പൈഷ്ടേ ക്ഷീരം ഭവതി മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജനോ മഹാദേവേശം ത്വാം മനസി ച നമത്വാ പശുപതേ. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ദേവഭ്രാന്തിയാൽ മറ്റു ദേവതകളെ പൂജിക്കരുത് എന്ന് പറയുന്നില്ല.
എന്നാൽ ഇഷ്ടദേവതയിലൂടെ ഞാൻ പൂജിക്കുന്നത് സർവേശ്വരനെയാണെന്ന ഭാവന വേണം. കാരണം ഈശ്വരൻ ഏകനും അദ്വിതീയനുമാണ്. ആ ഈശ്വരൻ്റെ ചമത്കാരങ്ങളാണ് സകല ദേവതാസങ്കല്പങ്ങളും. ഇത് മനസ്സിലാക്കാതെ പല പല ദേവതകൾ സത്യമാണ് എന്ന് വിചാരിച്ച് കാര്യസാധ്യത്തിന് പലതിൽപ്പെട്ടു പോകുകയാണ് ആത്മബുദ്ധി തെളിയാത്ത ജനങ്ങൾ. ശ്രീ ശങ്കരാചാര്യരുടെ ശിവാനന്ദ ലഹരിയിലെ ഈ സന്ദർഭമാണ് ഇന്ന് ശങ്കര സ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത്. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശങ്കരകൃതികളിൽ ശിവാനന്ദ ലഹരിയിൽ നമ്മൾ 8ാമത്തെ ശ്ലോകമാണ് ശ്രദ്ധിക്കുന്നത്. യഥാ ബുദ്ധിശുക്തൗ രജതമിതി കാചാശ്മനി മണി ജലേ പൈഷ്ടേ ക്ഷീരം ഭവതി മൃഗതൃഷ്ണാസു സലിലം തഥാ ദേവഭ്രാന്ത്യാ ഭജതി ഭവദന്യം ജഡജനോ മഹാദേവേശം ത്വം മനസി ച നമത്വാ പശുപതേ. ഹേ മഹാദേവ, അല്ലയോ മഹാദേവ, ദേവന്മാർക്കും ദേവനായിട്ടുള്ളവനെ. ഹേ പശുപതേ, അല്ലയോ പശുപതേ. 2 സംബോധനകളാണ്. ദേവഭ്രാന്തിയ, ദേവഭ്രാന്തി കൊണ്ട് എന്ന് വെച്ചാൽ എന്താണ് ഈശ്വരൻ, വ്യത്യസ്ത ദേവതകൾ എന്തൊക്കെ എന്നുള്ളതൊന്നും മനസ്സിലാക്കാതെ ഭവതന്യം ജഡജനഃ ഭജതി, ഭവാനിൽ നിന്ന് അന്യനായ ദേവന്മാരെ ജനങ്ങൾ ഭജിക്കുന്നു. ഏതുപോലെ, എപ്രകാരമാണോ ചിപ്പിയിൽ രജതം എന്ന് തോന്നുന്നത്, വെള്ളി എന്ന് തോന്നുന്നത്, എപ്രകാരമാണോ കാചാശ്മനി ചില്ലിൽ മണി മുത്തെന്ന് തോന്നുന്നത്, പൈഷ്ടേ ജലേ ക്ഷീരം, എപ്രകാരമാണോ ധാന്യം അരച്ച്, അരി അരച്ച് അതിൽ വെള്ളം ചേർത്ത് കലക്കി വെച്ചിരിക്കുന്ന മിശ്രം കണ്ടിട്ട് പാലാണെന്ന് തോന്നുന്നത്, മൃഗതൃഷ്ണാസു സലീലം, മൃഗതൃഷ്ണിക കണ്ട് വെള്ളമാണെന്ന് തോന്നുന്നത്, അതുപോലെ ഈശ്വര തത്വത്തെ അറിയാത്തത് കൊണ്ട്, നിശ്ചയിക്കാത്തത് കൊണ്ട് ദേവഭ്രാന്തിയാൽ ഭവതന്യം, ഭവാനിൽ നിന്ന് അന്യനായ അന്യന്മാരായ ദേവന്മാരെ ജഡജനഃ ഭജതി, ജഡബുദ്ധികൾ ഭജിക്കുന്നു. എന്തുകൊണ്ടാണത്? ത്വാം ഈശം മനസി ന മത്വാ, ഈശ്വരനായ സർവേശ്വരനായ നിന്നെ മനസ്സിലാക്കാതെ. ഹേ പശുപതേ, ഇതാണ് സംഭവിക്കുന്നത്. ഇവിടെ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധാരണ കൈവരിക്കുന്നവരാകും. വ്യത്യസ്ത ദേവതകളെ പൂജിക്കരുതെന്നാണോ ഇവിടുത്തെ സന്ദേശം? ഒരിക്കലുമല്ല. സാത്വിക, രാജസിക, താമസിക ഗുണഭേദമനുസരിച്ച് അവനവൻ്റെ ഇഷ്ടദേവതയെ എല്ലാവർക്കും പൂജിക്കാം, ഉപാസിക്കാം. എന്നാൽ ആ ഇഷ്ടദേവതയിലൂടെ സർവേശ്വരനാണെന്ന ഭാവന വേണം. ഞാൻ സർവേശ്വരനെയാണ് പൂജിക്കുന്നത്, ആരാധിക്കുന്നത് എന്ന ഭാവന നമുക്ക് ആവശ്യമാണ്. കാരണം ഈശ്വരൻ ഏകൻ, അദ്വിതീയൻ. ആ ഈശ്വരൻ്റെ ഭാവങ്ങളാണ്, ചമത്കാരങ്ങളാണ് സകല ദേവതാഭേദങ്ങളും. ഇതാണ് പരമാർത്ഥം. പക്ഷെ ഇത് മനസ്സിലാക്കാതെ പല പല ദേവതകൾ സത്യമാണ് എന്ന് വിചാരിച്ച് ആ കാര്യസാധ്യത്തിന് ആ ദേവതയുടെ പിന്നാലെ, ഈ കാര്യസാധ്യത്തിന് ഈ ദേവതയുടെ പിന്നാലെ എന്നീ വിധം പലതിൽ പെട്ടുപോകുന്നുവല്ലോ ജനങ്ങൾ. അങ്ങനെ പലതിൽപ്പെട്ടാൽ അതത് കാര്യസാധ്യം കിട്ടും, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ എന്നിരിക്കെ എന്താ ഇവിടെ പറഞ്ഞത്?
സർവേശ്വരനായി ഏകനും അദ്വിതീയനുമായി ഭവാൻ ഉണ്ടായിരിക്കെ അത് തിരിച്ചറിയാതെ പലതിൽ പെട്ടുപോകുന്നല്ലോ ജനങ്ങളെന്നുള്ളതാണ്. എന്തുകൊണ്ടാണത്? ജഡജനഹ, ജഡബുദ്ധിയോടൊത്ത ജനങ്ങൾ, ശരിയായ ബുദ്ധി, ആത്മബുദ്ധി പ്രകാശിച്ചിട്ടില്ലാത്ത ജനങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വീണ്ടും പറയുന്നു. ത്വാം ഈശം ന മത്വാ, നീയായ ഈശ്വരനെ, നീയാകുന്ന ഈശ്വരനെ മനസ്സിലാക്കാതെ, സർവേശ്വരൻ ഭവാനാണ് എന്നുള്ളത് മനസ്സിലാക്കാതെ. ഇവിടെ വേറൊരു വളരെ ശ്രദ്ധേയമായ വിഷയം, ഈ സർവേശ്വരൻ എന്ന് പറയുമ്പോൾ അത് ശിവനാണ് സർവേശ്വരൻ, അല്ലെങ്കിൽ വിഷ്ണുവാണ് സർവേശ്വരൻ, ബ്രഹ്മാവാണ് സർവേശ്വരൻ. ഈ വക കലഹങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. സർവേശ്വരൻ ഏകൻ അദ്വിതീയനാണ്. അവൻ്റെ വ്യത്യസ്ത സത്വ രജ തമോ ഗുണഭേദങ്ങളോടുകൂടിയ ഭാവങ്ങൾ അനേക ദേവതകളായിട്ട് പിരിയും. ആ ദേവതകളെയൊക്കെ ഉപാസിക്കാം, അതത് കാര്യസാധ്യത്തിന്. എന്നാൽ താൻ ഉപാസിക്കുന്നത് സർവേശ്വരനെ തന്നെയാണെന്ന ഭാവന ഉണ്ടാവുമ്പോൾ സർവേശ്വര ഉപാസനയായി. അത് തിരിച്ചറിയാതെ പലതിൽ പെട്ടുപോവുകയാണ്. ഇവിടെ ശിവൻ മാത്രം ഈശ്വരൻ എന്ന ശൈവരുടെയോ വിഷ്ണു മാത്രം ഈശ്വരൻ എന്ന വൈഷ്ണവരുടെയോ വാദമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് അതിനെല്ലാം നമുക്ക് അംഗീകരിക്കാം. കാരണം ശൈവർ പറയുന്ന ശിവൻ പരമാത്മാവ് തന്നെയാണ്, വൈഷ്ണവർ പറയുന്ന വിഷ്ണു പരമാത്മാവ് തന്നെയാണ്, ശാക്തേയർ പറയുന്ന ശക്തി പരമാത്മാവ് തന്നെയാണ്. ഈ ഒരു ഭാവന നമുക്കുണ്ടാവണം. അതില്ലാത്ത പക്ഷം മതകലഹങ്ങളിൽ നമ്മളും പെട്ടുപോകും. ദേവതകളുടെ പേര് പറഞ്ഞ് അഥവാ ഈശ്വരൻ്റെ പേര് പറഞ്ഞ് കലഹിക്കുന്ന സമൂഹം, അതാണ് ലോകത്തിൽ നമ്മൾ കാണുന്നത്. വ്യത്യസ്ത ഭാഷകളിൽ വ്യത്യസ്ത നാമങ്ങൾ കൽപ്പിച്ച് ആ നാമങ്ങളുടെ പേരിൽ ദേവതാഭേദം കൽപ്പിച്ച് ഞങ്ങളുടേതാണ് വലുത്, നിങ്ങളുടേത് ചെറുത്, ഞങ്ങളുടേതിൽ വന്നാലേ പരമമായ മോക്ഷം കൈവരിക്കാനാവൂ, അല്ലെങ്കിൽ പരമമായ സുഖസമൃദ്ധികൾ ഉണ്ടാവുക എന്നൊക്കെ തെറ്റിദ്ധരിപ്പിച്ച് പരസ്പരം കലഹിക്കുന്ന സമൂഹമാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈശ്വരൻ ഏകനാണ്. ആ ഈശ്വരൻ്റെ വ്യത്യസ്ത ഭാവങ്ങളും മറ്റുമാണ് ദേവതാഭേദങ്ങൾ. ആ തിരിച്ചറിവോടുകൂടി സർവേശ്വരോപാസന ചെയ്യൂ. പേരില്ലാത്തവന് പേര് കൽപ്പിച്ചതല്ലേ, അപ്പോൾ എന്ത് പേരും കൽപ്പിക്കാലോ. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവട്ടെ. പക്ഷെ ജഡബുദ്ധികളാവുമ്പോൾ അത്തരം തിരിച്ചറിവ് ഉണ്ടാവില്ല. അപ്പോൾ കാര്യസാധ്യത്തിന് വേണ്ടി പ്രത്യേകം ദേവതകളുടെ പിന്നാലെ പോയെന്ന് വരും. അവിടെയും പ്രത്യേകം ദേവതോപാസന തെറ്റാണെന്നോ പാപമാണെന്നോ പറയുന്നില്ല, അതിലൂടെ സർവേശ്വര ദൃഷ്ടി കൈവരിക്കണമെന്നേ പറയുന്നുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഏതായാലും തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. തുടർന്ന് സനാതനധർമ്മമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാവർക്കും എൻ്റെ പ്രണാമം. ത്യാഗോയം ദുഷ്കരോ ഭൂമൻ കാമാനാം വിഷയാത്മഭി സുതരാം ത്വയി സർവാത്മൻ അഭക്തൈരിതി മേ മതിഹി. പറയാണ് ഭൂമൻ, മഹാത്മാവായിട്ടുള്ളവർ. കാമാനാം വിഷയങ്ങളുടെ അയം ത്യാഗ, ഈ ഉപേക്ഷ, വിഷയാത്മഭി, വിഷയത്തിൽ താല്പര്യമുള്ള ആളുകൾ. വിഷയങ്ങളെ ത്യജിക്കണമെന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ പരിപൂർണമായ സന്ദേശം. വിഷയാഭിലാഷം കുറച്ച് ഭഗവത് ഭക്തി കൂട്ടി കൊണ്ടുവരിക. നമ്മൾ സാധാരണ ജീവിതത്തിൽ ചെയ്യുന്ന എന്താ? വിഷയാഭിലാഷം വർദ്ധിപ്പിച്ച് ഭഗവത് ഭക്തി കുറഞ്ഞു വരും. ഇവിടെ അതല്ല വേണ്ടുന്നത്. ജീവിതം അർത്ഥപൂർണമാകണം, ജീവിതത്തിനൊരു ലക്ഷ്യം വേണം, ജീവിതം എന്തെങ്കിലും കൈവരിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എന്തു വേണം? വിഷയാഭിലാഷത്തെ കുറച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ വിഷയത്തിലൂടെ എന്തു വേണം? കാമ്യ വിഷയങ്ങളോട് ത്യാഗം വേണം, ഉപേക്ഷ വേണമെന്നർത്ഥം. എങ്ങനെ ശങ്കരാചാര്യസ്വാമി തന്നെ പറയും, ദോഷദൃഷ്ട്യാ മുഹുർമുഹു. ദോഷദൃഷ്ടിയോടുകൂടി ഉപേക്ഷ വിചാരിക്കണം. വീണ്ടും ദോഷങ്ങളെ കണ്ടുകൊണ്ടിരിക്കണം വിഷയങ്ങളിൽ. അത് അനുഭവിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന അത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഉത്തമമായിരിക്കുന്ന ഈ ജന്മം ലഭിച്ചിട്ടും
വിഷയാഭിലാഷത്തിൻ്റെ പുറകെ പോകുന്നത് കൊണ്ട് വലിയ പേര് അല്ലെങ്കിൽ വലിയ പദവികൾ അല്ലെങ്കിൽ ചെറിയ പദവി ഇതൊന്നുമില്ല. എവിടെ നിങ്ങൾ ജനിച്ചു, എവിടെ നിങ്ങൾ മരിച്ചു എന്നുള്ളതല്ല പ്രാധാന്യം, നിങ്ങൾ എന്തായി തീർന്നു എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമാണ്. പലപ്പോഴും നമ്മളെല്ലാം വളരെ ഉന്നതിയിലിരിക്കും, വളരെ അധോഗതിയായ ചിന്തകളും കൊണ്ട് നടക്കും. അതുകൊണ്ട് ഒരു ശ്രേഷ്ഠതയും ആർക്കും കൈവരിക്കാനുള്ള ത്യാഗമാണ്. ത്യാഗമുള്ളവർക്ക് ഭയമില്ല. നാരായണ ഗുരു തന്നെ പറയും, ത്യാഗം ഉണ്ടെങ്കിൽ അവർക്കൊരിക്കലും മരണഭയം പോലും വരില്ല എന്നാണ് പറയും. ഇതൊക്കെ ചട്ടമ്പി സ്വാമികളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മളെ ഓർത്തു വെപ്പിക്കുന്ന എന്താണ്? ത്യാഗം വേണം, ഉപേക്ഷ വേണം. ഇപ്പം മരണഭയം കൂടി വരുന്ന ഒരു സമയമാണ്. ആ രോഗം, ഈ രോഗം, മറ്റേ രോഗം എന്നൊക്കെ വിചാരം ചെയ്തിരിക്കുന്ന മനുഷ്യ മനസ്സുകളിൽ സങ്കീർണതകൾ കൂടി വരുമ്പോഴത്തേക്ക് അവിടെ പറയുകയാണ്, വിഷയങ്ങളുടെ ഉപേക്ഷ പരമാവധി വേണം. പിന്നെന്താണ്? വിഷയാത്മഹി, വിഷയത്തിലുള്ള താല്പര്യമുള്ള മനസ്സുള്ളവരാൽ ദുഷ്കരഹ, പ്രയാസമുള്ളതാണ്. ഈശ്വരനോട് അടുക്കുക എന്നുള്ളത് അവർക്ക് പ്രയാസമുള്ളൊരു കാര്യമാണ്. തൊയ് അങ്ങയിൽ അഭക്തൈഹി, ഭക്തിയില്ലാത്തവരാൽ സുതരാം, ഏറ്റവും ദുഷ്കര, അശക്യം തന്നെയാകുന്നു എന്ന് എൻ്റെ അഭിപ്രായം. ഇതാണ് അഭിപ്രായം ഭാഗവതത്തിൻ്റെയും. എന്തുവാ? ഭഗവാനിലേക്ക് അടുക്കണമെന്നുണ്ടെങ്കിൽ, ഭഗവത് അനുഭവത്തെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ത്യാഗമുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ശ്രേഷ്ഠ ഗുണങ്ങളുണ്ടായിരിക്കണം, നിങ്ങളുടെ കർമ്മത്തിനകത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം, നിങ്ങൾ ആരെയും വെറുപ്പിക്കുന്നവരാകരുത്, നിങ്ങൾ ആരിലും വിദ്വേഷത്തെ ഉണ്ടാക്കുന്നവരാകരുത്, നിങ്ങൾ ആരുടെയും ദ്വേഷത്തെ കാണുന്നവരാകരുത്, സ്വയം ദ്വേഷത്തെ കാണുക. ശ്രീബുദ്ധൻ തന്നെ പറഞ്ഞിട്ടില്ലേ, എന്താ? ശുദ്ധജലമുണ്ട്, മലിനജലമുണ്ട്. ശുദ്ധജലം ആവശ്യത്തിന് നമ്മൾ കുടിക്കും, ഇല്ലേ? ഇഷ്ടംപോലെ നമ്മൾ കുടിക്കുന്ന അത്രയും ശുദ്ധജലമാണ്. മലിനജലമാണെങ്കിലോ നമുക്ക് കുടിക്കാൻ കൊള്ളില്ല. പക്ഷേ മലിനജലം കൊണ്ട് ബുദ്ധൻ പറയുകയാണ് ഉപയോഗമുണ്ട്. എന്താ? ഒരു വീടിന് തീ പിടിച്ചാൽ മലിനജലം കോരി ഒഴിച്ച് ആ തീ കെടുത്താൻ പറ്റും. അപ്പം ശുദ്ധമെന്നോ മലിനമെന്നോ അല്ല, എല്ലാത്തിനും ഓരോ പ്രയോജനങ്ങളുണ്ടെങ്കിലും ആ ശുദ്ധി കൈവരിച്ച് വന്നു കഴിയുന്ന മനുഷ്യന് മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്ന ശ്രേഷ്ഠമായ ഈശ്വര അനുഗ്രഹത്തിൻ്റെ, ത്യാഗത്തിൻ്റേതായ അനുഭവം, അതായത് ജ്ഞാനാനുഭവത്വം നമുക്കുണ്ടാകുക. അതിവിടെ എടുത്തു കാണിച്ചിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ത്യാഗത്തോടുകൂടി, എന്താന്ന് പറഞ്ഞാൽ ഒരു ഗൃഹാന്തരീക്ഷത്തിനകത്ത് ഉപേക്ഷ വേണം. എന്തിനുള്ള ഉപേക്ഷയാണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കാതിരിക്കാനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ധാരണകൾ ഉണ്ടായിരിക്കണം. ആവശ്യമുള്ളത് മാത്രം ഗ്രഹിക്കുക, ആവശ്യമില്ലാത്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഉപേക്ഷ വിചാരിച്ചാൽ തന്നെ ഒരു ഗൃഹാന്തരീക്ഷം എത്രത്തോളം ഉയരും. അപ്പം നിങ്ങൾ വിഷയങ്ങളുടെ പുറകെ പോകാതെ വിഷയങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ കുറേയധികം നിങ്ങൾക്ക് ശ്രേഷ്ഠ ഗുണങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് ഭാഗവതം പറയുന്നു. അപ്പോൾ ഇന്ദ്രിയ സുഖങ്ങൾ നൽകുന്ന വിഷയങ്ങളെ കാക്ഷിക്കാതിരിക്കുന്നതാണ് അത്യുത്തമമെന്ന് ഭാഗവത ധർമ്മം. അതാണ് ഭാഗവത ഇത്രയും ഏകാദശ സ്കന്ധം വരെ പറഞ്ഞു വന്നത് മുഴുവൻ. എന്താണ്? ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് കിട്ടുന്ന സുഖമല്ല ലക്ഷ്യം വയ്ക്കേണ്ടത്. പിന്നെന്താണ്? ഈശ്വരീനിൽ നിന്ന് കിട്ടുന്ന സുഖത്തെ, അനുഭവത്തെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. വിഷയങ്ങളെ കാക്ഷിക്കരുതെന്നുള്ള കാര്യമാണ് ഇവിടെ എടുത്തു പറയുന്നത്. സോകം മമാഹമിതമൂഢമധിർവികാട ത്വന്മായയാ വിരിജിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവദായദാകം സംസാധയാമി ഭഗവൻ അനുശാതിവൃദ്ധ്യം. അടുത്ത ശ്ലോകത്തിലൂടെ വളരെ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഭാഗവതം. അപ്പം ആദ്യം തന്നെ മുമ്പ് പറഞ്ഞ കാര്യം ആവർത്തിച്ച് ഉറപ്പിച്ച് ചിന്തിച്ച് വയ്ക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എന്താണ്? വിഷയസങ്കല്പങ്ങൾ അത് എത്രത്തോളം നമ്മളെ ഈ ലോകത്ത് നരകത്തിലേക്ക് കൊണ്ടുവന്ന് എത്രത്തിലേക്ക് നമുക്ക് സുഖം. ഈ വിഷയം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ ഇത്രയധികം പരിത്യജിക്കാൻ നമ്മളോട് ഉപദേശിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇതിൻ്റെ പുറകെ പോയാൽ ഒരാൾക്കും എന്താ? ഈ ലോകത്ത് ഒരു മനുഷ്യനും ശാന്തി വിഷയാഭിലാഷത്തിൻ്റെ പുറകെ പോയി നേടിയിട്ടില്ല. എത്ര ധനികനായിക്കോട്ടെ, എന്തെല്ലാം ഉണ്ടായിക്കോട്ടെ, ശാന്തി എന്തോ ഒരു കുറവ് അദ്ദേഹത്തിന് വരും. ആ കുറവാണ് ഈ വിഷയാഭിലാഷത്തിൻ്റെ പുറകെ പോയതുകൊണ്ട് ഭഗവത് അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ലഭിക്കാതെ വന്നു.
അവൻ ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. മുന്നിൽ ലൈറ്റുണ്ടെങ്കിലും വെളിച്ചമുണ്ടെങ്കിലും ആ വെളിച്ചത്തിലൂടെ അവൻ്റെ ഉള്ളിലൊരു വെളിച്ചം കടത്തിവിടാൻ അവന് കഴിയുന്നില്ല. അകത്ത വെളിച്ചമാണ് പ്രധാനമെന്ന് ഭാഗവതധർമ്മം നമ്മെ പഠിപ്പിക്കുന്നുകൊണ്ട് അകത്ത വെളിച്ചം എല്ലാവരിലും ഉണരട്ടെ. ഭാഗവതധർമ്മം എന്നും ജയിക്കട്ടെ. നമസ്തേ. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരത്തി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. പരേ ബ്രഹ്മണ്യ നിർദ്ദേശേ ഭഗവത് ഖിലാത്മനെ യുക്താത്മന്യഫലാസന്ന പുണ്യസേവസൽക്രിയാ പ്രയാസേ ഭഗവതേ തസ്മിൻ ദൈത്യേന്ദ്ര പരിശംകിത ചകാരതദ്വധോപായാൻ നിർബന്ധേന ഭയോമരാം നൂനമേത വിരോധേന മൃത്യുർമേ ഭവിതാ നവാ ഇതി തം ചിന്തയാ കിഞ്ചിന്നമളാന ശ്രീമഥോമുഖം ഷണ്ടാമർക്കോ ശനസോ വിവിക്ത ഇതി സമുക്തസംഗൈനിഷിതോപവർഗം ദഹ്യച്യുതം പ്രേതയതോ വ്യക്തമായാസോ അസുരാത്മജാൻ വക്താൽ സർവഭൂതാനാം സിദ്ധസ്ത്വാനിതാം സർവദാ. കണ്ണനെ കാണുവാൻ കണ്ടുന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. കണ്ണനെ കാണുവാൻ കണ്ടുന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. കണ്ണന്റെ കമനീയ രൂപമൻ മനസ്സിൻ കഥകളി മുറ്റത്ത് നടനമാടി. കണ്ണൻ കഥകളി മുറ്റത്ത് നടനമാടി. കണ്ണനെ കാണുവാൻ കണ്ടൊന്നു കുമ്പിടാൻ കോവിലിൽ പോകണം രോഹിണി നാളിൽ. എരുവയിലപ്പൻ്റെ തിരുമുറ്റ കൽവിളക്കിൽ നെയ്വിളക്കേറ്റി ഞാൻ ഭജിച്ചിടുമ്പോൾ. എരുവയിലപ്പൻ്റെ തിരുമുറ്റ കൽവിളക്കിൽ നെയ്വിളക്കേറ്റി ഞാൻ ഭജിച്ചിടുമ്പോൾ. നിർമാല്യവും കണ്ട് അഭിഷേകവും കണ്ട് മുഴുക്കാപ്പു കണ്ടു ഞാൻ ധന്യനായി. നിർമാല്യവും കണ്ട് അഭിഷേകവും കണ്ട് മുഴുക്കാപ്പു കണ്ടു ഞാൻ ധന്യനായി. മുഴുക്കാപ്പു കണ്ടു ഞാൻ